रुकना पड़ता सर इधर मुझे करके बस भर के जाएगा ना। हाँ इधर मत बोर्ड क्या इधर ज़ियारत किया ना ज़ियारत का है ज़ियारत तो आ गया कितना आ गया ज़्यादा नहीं है उधर मज़ार मज़ार है इधर नमाज के लिए जगह नहीं है मैं भी ये लाऊं लगा ही नहीं അങ്ങോട്ടേക്ക് വന്ന സ്ഥലത്തിൻ്റെ പേര് ജബഡ വാലി. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എസ്സ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ലൊരു അടിപൊളി വാട്ടർഫോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വാട്ടർഫോളാണ് എന്താ പറയുക അത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് അതായത് ഈ ജബഡ വാലിയിലേക്ക് അതിൻ്റെ മുമ്പ് നമ്മൾ വൺ ടൈം വന്നതാണ് ഒരു 4 വർഷം മുമ്പ്. പക്ഷേ എസ്സ വാലിയിലേക്ക് നമ്മളിതുവരെ വന്നില്ല. അപ്പം അവിടേക്കാണ് ഇപ്പോൾ പോണത്. അതുകൊണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് എത്ര ടൈം നടക്കാനുണ്ടെന്നുള്ളത് യാതൊരു ധാരണയില്ല. പിന്നെ സംസാരത്തിലൊക്കെ ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടാവും കേട്ടോ. ഉണ്ടായിട്ടില്ല തണുത്തിട്ട് മാവൊക്കെ ഇങ്ങോട്ട് മാവും ചൂണ്ടും വാന്നായിട്ട് വറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അക്ഷരങ്ങളൊന്നും നേർക്ക് കിട്ടും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒതുവൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി നിസ്കരിക്കണം. നിസ്കാരം ബാക്കിയുണ്ട്. ബോഹർ പറ്റിയ നല്ലൊരു ഫ്ലാറ്റ് സ്ഥലം നോക്കി പോവാണ്. നമ്മൾ മറ്റേ എസ്സായിലേക്ക് പോകണ വഴി നല്ല നിസ്കരിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ നല്ല എന്താ ഭംഗി അറിയാം. ഡോക്കുകൾ ഈ ഒരു സൈഡ് വണ്ടിയിലെ ഡോക്ക് ഇവിടെ ഇപ്പോൾ ആളുകൾ താമസിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ സമ്മറാകും. സമ്മർ കാരണം അവിടെ ചൂടൊന്നും ഉണ്ടാവില്ല. എന്നാലും സമ്മറിൽ ആളുകൾ എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് വരും സ്റ്റേ ചെയ്യാൻ. വിൻ്ററിൽ അതായത് നല്ല മഞ്ഞ് വീഴ്ചയുള്ള ടൈം ഉണ്ടല്ലോ വിൻ്ററിൽ ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് പോകും. അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകളൊക്കെ താഴേക്ക് പോകും. നമ്മൾ നിസ്കരിക്കാനുള്ള സ്ഥലത്തേക്ക് പോകല്ല. ഇവിടെ നല്ലൊരു സ്ഥലം കാണുമ്പോൾ അവിടെ നിസ്കരിക്കലുണ്ട്. അതാണ് നമ്മുടെ ഐഡിയ. ടീം ഇവിടെ നിസ്കരിക്കുന്നുണ്ട്. അടുത്ത ടീം നമ്മളാണ്. മഴ പാറ്റുണ്ട്. എത്രത്തോളം നമ്മള് മുന്നോട്ട് പോകുന്നുള്ള അറിയില്ല. പെർഫെക്ഷൻ ആണ്. പക്ഷെ നല്ല പ്ലേസ് ഒക്കെ നല്ല മഴയായതുകൊണ്ട് ആ ഡോക്കൊക്കെ നല്ല വ്യൂ ആണ്.
ലൈഫ് ആൻഡ് മഴ ചെറുതായിട്ട് മാറ്റുണ്ട്. മുസ്ലിം സാറിന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ഇവിടെ മഴ അല്ല പെയ്യ, ഇവിടെ കല്ല് മഴ. അതായത് വലിയ ഉണ്ടാ വണ്ടിമോക്ക് വീണ ചില്ല് പൊട്ടണ അതില്ലേ കൂടെ ഒന്നും പക്ഷെ മഴയില്ല. അപ്പൊ മഴയില്ലേ? ഇവിടെ ഒന്നുമില്ല. സ്കൂളിൽ വരയ്ക്ക പാനിക്ക ആ ഈ വെള്ളച്ചാട്ടാണോ ഉദ്ദേശിച്ചത്? വെള്ളച്ചാട്ടം, കുത്തനുള്ള ഇറക്കം. ആ ചെറുതായിട്ട് പെയ്യുണ്ട്, പെയ്യല്ല പാത്തില്ല. നിങ്ങൾ ഈ ഇവിടേക്ക് പോയതാ ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തേക്ക് മുമ്പ്? ഇവിടുന്ന് ഏകദേശം എത്ര നടക്കാണ്ട്? അതായത് ഈ കുന്ന് അറിഞ്ഞാല് ഒരു അരമണിക്കൂറാ വെള്ളച്ചാട്ടത്തിൽ പോവാ. നാട്ടിലേ എന്റെ പോരേന്നേ അങ്ങാടിക്ക് ആകെ 300 മീറ്റർ ഉണ്ട്. വയ്ക്കാൻ പൈസ എടുത്തേണ്ട പോലെ നാട്ടിലെത്തിയാല് ഞാനിന്നല്ല, നിങ്ങളും അങ്ങനെ തന്നെ ആവുമല്ലോ. മഴ പെയ്യണ്ടല്ലോ ഇപ്പൊ. അങ്ങോട്ടാ ഡോക്കിലേക്ക് ഇറങ്ങി നടക്കണോ? അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ മഴയാണ് നമ്മളെ മുമ്പിലുള്ള ഒരു തടസ്സം. തിരിച്ചങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മളെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണെങ്കിലും എങ്ങനെയായാലും മഴ ഉറപ്പാ. എന്താണ് ചെയ്യണമെന്നുള്ളത് ഇതിലൊരു തീരുമാനിക്കും. ये टूट जाएगा सीधे मेरे कवर में क्या लेना आ गया इतना जल्दी. ഇവിടെ ഈ പൈൻ്റെ
ഇലകള് പൊടികൾ ഉള്ളത് കൊണ്ട് ഒരുപാടെന്നായിട്ട് നിറഞ്ഞിന്. അപ്പോൾ നമ്മൾ ചവിട്ടി നടക്കുമ്പോൾ സ്ലിപ്പാണ്. സ്ലിപ്പാണ്, നല്ലോണം ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഹാ Oh my god! ഇത് നമ്മളെ പോകുന്ന വഴിയുള്ള ഒരു സിയാറത്ത് ക്യാമ്പ്. സിയാറത്ത് പറഞ്ഞാൽ അവിടെ മക്കാമൊന്നുമില്ല. മുമ്പ് ഏതൊരു മഹാൻ പോകുന്ന വഴി ഹിബാത്തൊക്കെ ചെയ്യാനും വേണ്ടി സ്റ്റേ ചെയ്ത ഒരു സ്ഥലമാണ്. നല്ല ഉറവുവെള്ളമുണ്ട്, എന്തായാലും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. അടിപൊളിയാണ്. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ആഹാ, ഇടക്ക് ചെറിയൊരു പിങ്ക് കളർ കാണുന്നില്ലേ? ഒരു പൂവാണത്. സംഗതി വെറുതെ കാട്ടിലുണ്ടാവണ ഒരു പൂവാണ്, പക്ഷെ ഇവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്, വേറെ ലെവല. കതച്ചിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. മുകളിൽ ഡോക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് നടന്ന് ഇവിടെ ഒന്ന് എത്തിന്. മഴയൊക്കെ നിന്നിട്ടോ. ഇവിടെതാ ഡോക്കുകൾ. ഇവിടെ ഇപ്പൊ ആൾ താമസമില്ല. സമ്മറായി കഴിഞ്ഞാൽ ആളുകൾ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു നിസ്കാര പള്ളി ഉണ്ട്. ഈ കാണുന്നത് ഇതാണ് ഡോക്ക്. ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുമോ? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്താ ഭംഗിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ ഡോക്കാണ്. ഈ ഡോക്കിൽ വിന്റർ ആയതുകൊണ്ട് താമസം തുടങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ കാണുന്ന പള്ളിയാണ്. ഈ കല്ലിന് പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഈ കല്ലുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് പ്രിൻസിപ്പൾ ആയിരുന്ന സ്ഥലം. സത്യം പറയുകയാണെങ്കിലേ ഞാൻ ഏതാ മഹാന്റെ എന്താ പ്രത്യേകത അല്ലെങ്കിലും മറ്റേ ഇക്കൊക്കെ വിട്ടുകൊടുക്കണം. അപ്പൊ നമ്മള് നടന്ന് വന്ന് വാട്ടർഫോളിന്റെ അടുക്ക് ഇപ്പോൾ എത്തിയില്ല കേട്ടോ. വാട്ടർഫോളിന്റെ ആ ഒരു പ്ലാന് ക്യാൻസൽ ചെയ്തത്. കാരണം ഇവിടെ നിന്ന് ഇനിയും ഒരുപാട് നടക്കാനുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് നമ്മള് കുറച്ച് നടന്ന് ഒരു മഞ്ഞൊക്കെ ഉള്ളൊരു സ്ഥലം, വിന്ററിൽ വീണ മഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ അവിടെ അതേപോലെ നിൽക്കാണ്. കാരണം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുള്ളതുകൊണ്ട് ഉരുകാനുള്ളൊരു സ്കോപ്പില്ലല്ലോ, ചാൻസ് ഇല്ല. അപ്പോൾ എന്താ പറയുക, കുറച്ച് മഞ്ഞപ്പോഴും അതേപോലെ ഉണ്ട്. മഞ്ഞാണ് ഈ അടുത്ത ലക്ഷ്യം. വെള്ളച്ചാട്ടം ആ ഒരു പ്ലാന് കൊള്ളായി. ഇവിടെ ആ വെള്ളം കാണുന്നൊക്കെ മഞ്ഞാണ് കല്ലിന്റെ മുകളിൽ.
സ്ലിപ്പ് ഉണ്ടല്ലോ, സ്ലിപ്പ് ഉണ്ട് വരെ. ഫൈനലി മഞ്ഞുള്ള സ്ഥലത്ത് സ്നോഫോൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ വെള്ളച്ചാട്ടമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഈ വെള്ളച്ചാട്ടം ഇവിടെ താഴത്തതാ കുറച്ച് ടീമുണ്ട്. കുറച്ച് ടീം പറഞ്ഞാൽ നമ്മളെ കൂടെ വന്നാൽ തന്നെ അതെങ്ങനെ താഴേക്ക് ഇറങ്ങിയെന്നാവും. സംഗതി സെറ്റ്. ഏകദേശം നമ്മൾ ഒരു 4 മണിക്കൂറോളം നടന്നിട്ടുണ്ടാവും. ഒരു 3 കിലോമീറ്റർ സ്ട്രൈറ്റ് അല്ല, അത് മനസ്സിലാക്കും. കുറെ കുണ്ടി പതി കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ആദ്യം ജബടാവാലി എന്ന് പറഞ്ഞ സ്ഥലം, അത് നമ്മൾ കുറച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് അതുപോലെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ മറ്റേ മഴ ചെറുതായിട്ടുള്ളൊരു മഴ ഒന്നും കണ്ടുകൂടാത്ത വളരെ നല്ലൊരു ഭാഗ്യമാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് നിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ രക്ഷയുണ്ടാവില്ല. കരണ്ടൊന്നും ഇങ്ങനെ വളർത്താൻ പോലും പറ്റില്ല, അത് തണുപ്പും. ഏതായാലും നമ്മൾ അവിടുന്ന് വീണ്ടും ഒരു 1.5-2 മണിക്കൂറോളം നടന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഈ ഒരു വെള്ളച്ചാട്ടം. ഈ സ്ഥലത്തിന്റെ പേരാണ് വർഷാവാലി. ഇതൊന്നും അത്ര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളല്ല. ഈ ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീർ ശരിക്കും 2 സൈഡാണ്. ഒന്ന് ശ്രീനഗർ സൈഡ്. നമ്മൾ പുതിയ നാട്ടിൽ നിന്ന് ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കാശ്മീരിലേക്കാണ്, അതായത് ശ്രീനഗർ സൈഡിലേക്കാണ്. ഇത് ജമ്മു സൈഡാണ്. ജമ്മു പ്രോവിൻസിലെ പൂഞ്ച് ജില്ല, പൂഞ്ച് ഡിസ്ട്രിക്റ്റിൽ ലോർ എന്ന് പറയുന്നൊരു വില്ലേജ്. അവിടുന്ന് വീണ്ടും ഏകദേശം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളോട്ട് പോകുന്ന ഒരു മാൾട്ടാവൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, നേരത്തെ കണ്ടല്ലോ പല സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ആളുകൾ ഇപ്പം സമ്മർ ആയില്ല, ഒരു 1.5-2 മാസം കൂടെ കഴിഞ്ഞാൽ സമ്മറായി. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ആ ഒരു ഡോക്കിലേക്ക് വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി. പിന്നെ ഈ സമ്മർ കഴിഞ്ഞ് വീണ്ടും തണുപ്പ് തുടങ്ങി ചേർക്കാണ്. അപ്പോൾ വളരെ ടൈം കൊടുക്കുന്നത് ഇതാണ് നമ്മളെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി പോകുന്ന വഴി നല്ല എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ. മൂപ്പര് പറഞ്ഞത് വെച്ചാൽ ഞാൻ വെറുതെ മൂപ്പരോട് ചോദിച്ചു ഇവിടെ വരെ റോഡ് വേണം. അപ്പോൾ മൂപ്പര് പറഞ്ഞു റോഡ് വന്നു കഴിഞ്ഞാലുള്ള വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. അതായത് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഫുള്ള് ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ഡോക്ക് പിന്നെ ഇവിടെയുള്ള വീടുകൾ ഒക്കെ റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ JCB വരും. പിന്നെ വണ്ടി ഒക്കെ എത്തിപ്പെടാനുള്ളൊരു സൗകര്യമായല്ലോ. അപ്പോൾ എന്ത് വരും, ഇപ്പോൾ കുറേ കോൺക്രീറ്റിൻ്റെ കുറേ ബിൽഡിങ്ങുകൾ വരും. ഇവിടെ ഉള്ള മരങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭംഗി അതൊന്നും ഉണ്ടാവില്ല. മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കും, പുല്ല് അതൊന്നും ഉണ്ടാവില്ല. ഒക്കെ എന്ത് ചെയ്യും, മാക്സിമം ഇങ്ങോട്ട് ഇറപ്പാക്കും. പറഞ്ഞാൽ വളരെ ശരിയാണ്. നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ റോഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭംഗി, ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടല്ലോ, അത് ഇങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോണത്. ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഖത്തം, ടാറ്റ, ദുബൈ, ഗയ, അതാണ് ഉണ്ടാവുക. ഒരു 4 കൊല്ലം മുമ്പ് കൊടുക്കൊരട്ട് വന്നു ചെറിയ എന്തെങ്കിലും പരിപാടി ആയിട്ട്. ആ ടൈമിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെമ്പ്, പാത്രം കാര്യങ്ങളൊക്കെ വിറകൊക്കെ ഇവിടുന്ന് ഒപ്പിച്ച് അത് കത്തിച്ച് ഫുഡൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി. എന്ത് വേറെ വയ്ക്കും 2 വാക്ക് बहुत कम है 3.5 बहुत कम है वरना 3.5 नहीं